يعدهم ويمنيهم وما يعدهم الشيطان إلا غرورا أولئك مأواهم جهنم ولا يجدون عنها محيصا യഈദുഹും പിശാച് അവർക്ക് പലതരം വാഗ്ദാനങ്ങൾ നൽകുന്നതാണ്. വയുമന്നീഹിം തരാതരം പ്രതീക്ഷകളും കൊടുക്കുന്നതാണ്. വമാ യഈദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ പിശാച് അവർക്ക് നൽകുന്ന വാഗ്ദാനം വെറും വഞ്ചന മാത്രമാണ്. ഉലൈക മഅവാഹും അവരുടെ അന്ത്യം ജഹന്നം നരകമാണ്. വലാ യജിദൂന അൻഹാ മഹീസാ അതിൽ നിന്നും അവർ ഒളിച്ചോടാൻ ഒരു സ്ഥാനത്തെയും എത്തിക്കുന്നതുമല്ല. ബഹുദൈവാരാധന പിശാചിന്റെ ഉൽപ്പന്നമാണ്. അതിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികളെപ്പറ്റി സൂക്ഷിക്കേണ്ട വാതിലുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അശ്ശിർക്കു ഫിൽ ഇൽമ് പടച്ചവനെ പോലുള്ള അറിവ് മറ്റുള്ളവർക്കുണ്ട്. അശ്ശിർക്കു ഫി തസറുഫ് പടച്ചവനെ പോലുള്ള കഴിവ് മറ്റുള്ളവർക്കുണ്ട്. പിന്നെ മൂന്നാമത്തത് അശ്ശിർക്കു ഫിൽ ആദ പലതരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പലതരം അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ പിശാച് ഉണ്ടാക്കിയെടുക്കും. ഈ മൂന്ന് കാര്യങ്ങൾ പറയപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു വീണ്ടും പറയുന്നു, ഷിർക്കിനെ പറ്റി പറയുമ്പോൾ എത്ര ശക്തമായിട്ടും എത്ര വ്യക്തമായിട്ടുമാണ് അള്ളാഹു പറയുന്നത്. യഈദുഹും വയുമന്നീഹിം പിശാച് അവർക്ക് പല വാഗ്ദാനങ്ങളും കൊടുക്കും. വയുമന്നീഹിം പലതരം പ്രതീക്ഷകളും കൊടുക്കും, വ്യാമോഹങ്ങളും കൊടുക്കും. അങ്ങനെ ചെയ്യൻ ഇങ്ങനെ ചെയ്യൻ. വമാ യഈദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ പിശാച് വളരെ വഞ്ചനാപരമായ കാര്യങ്ങൾ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അവന്റെ വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരം മിക്കവാറും ഈ ലോകത്ത് തന്നെ വ്യക്തമാകും. ഒന്നുമില്ല എങ്കിൽ മരണത്തോടുകൂടി വ്യക്തമാകും. പക്ഷേ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യഈദുഹും വയുമന്നീഹിം വ്യാമോഹങ്ങളും വാഗ്ദാനങ്ങളും പിശാച് നൽകിക്കൊണ്ടിരിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ആദത്തുകൾ, പുതിയ പുതിയ പതിവുകൾ, വിക്രിയകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ പ്രേരിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതുപോലെ പിശാച് പ്രേരിപ്പിക്കുന്ന മറ്റൊന്നാണ് അശ്ശിർക്കു ഫിൽ ഇബാദ, ഏറ്റവും ഗുരുതരമായ പാതകം. പടച്ചവന് അർഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന വ്യക്തിക്ക് ഇന്ന ശക്തിക്ക് കൊടുക്കാൻ പറയും. ഉദാഹരണത്തിന് ആർക്കെങ്കിലും സുജൂദ് ചെയ്യൻ, ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്ന സ്വഭാവം വ്യാപകമായിരിക്കുന്നു. മഹാന്മാർക്ക് സുജൂദ് ചെയ്യുന്ന കാര്യം വ്യാപകമായിരിക്കുന്നു. എന്നൊരു ആത്മസുഹൃത്ത് പരിശുദ്ധമായ ഹജ്ജിന് വന്നവരാണ്, അള്ളാഹുവിന്റെ വീട് സന്ദർശിച്ചവരാണ്, ഹബീബിന്റെ നാട്ടിൽ പോയവരാണ്. അവർ കുഴപ്പങ്ങളിൽ ചാടുന്ന അത്ഭുതകരമാണ്. ഒരു വ്യാജ തരീഖത്തുമായി ബന്ധപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കുഴപ്പമൊന്നും കാണാൻ പറ്റുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ സന്ദർശിക്കുമ്പോഴും അതുപോലെ മറ്റു സമയത്തും ഇടയ്ക്കിടെ ആ ഷെയ്ഖിന് സുജൂദ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. സുജൂദ് ചെയ്യുന്ന ഒരു ചെറിയൊരു വിഷയമുണ്ട്. സഹോദര, ചെറിയ വിഷയമെന്നോ? നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയാണോ?
കടുത്ത കുറ്റമാണ്, പാതകമാണ് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ. ഷിർക്കിലോട്ട് കൊണ്ടുപോകുന്ന പ്രവണതയാണ്. അതുപോലെ അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ മൃഗങ്ങളെ അഴിച്ചുവിടുന്നത്. നിങ്ങൾക്ക് മുഹീദ്ദീൻ ഷേഖിനോട് സ്നേഹമുണ്ട്, അള്ളാഹുവിന്റെ നാമത്തിൽ നേർച്ചകൾ നേരിൻ, അള്ളാഹുവിന്റെ നാമത്തിൽ മൃഗങ്ങളെ അറക്കിൻ, എന്നിട്ടതിന്റെ പ്രതിഫലം ആ മഹാന്മാർക്ക് എത്തിച്ചു കൊടുക്കിൻ. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ നമ്മൾ മഹാന്മാരുടെ പേരിൽ മൃഗങ്ങളെ അഴിച്ചുവിടുന്നു. അതുപോലെ പടച്ചവനല്ലാത്തവരുടെ പേരിൽ നേർച്ചകൾ നേരുന്നു. ആരുടെയെങ്കിലും ഖബറിനെയോ വീടിനെയോ തവാഫ് ചെയ്യുന്നു. മഹാന്മാരുടെ ഖബറിനെ, അവരുടെ വീടിനെ തവാഫ് ചെയ്യുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ മറ്റുള്ളവരുടെ കൽപ്പനകൾക്കും ആചാരങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നു. നിങ്ങൾ ചുമ്മാതെ പ്രസംഗിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ നാടിന്റെ ചടങ്ങിതാണ്, ഞങ്ങളുടെ നാട്ടിലെ ആചാരം ഇതാണ് എന്ന് പറഞ്ഞ് എത്രയോ ആളുകളാണ് പണ്ഡിതന്മാരുടെ കൊങ്ങയിൽ പിടിക്കുന്നത്. നീ പുതിയ നിയമമായിട്ടൊന്നും പറയണ്ട, കല്യാണത്തിന് ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായി ഏതെങ്കിലും വാചകങ്ങൾക്കോ ആചാരങ്ങൾക്കോ മുൻഗണന കൊടുക്കൽ, ആരുടെയെങ്കിലും മുന്നിൽ കുമ്പിടൽ, കുനിയൽ. നിങ്ങൾക്ക് ഗുരുനാഥന്മാരോട് സ്നേഹമുണ്ട്, അവരുടെ കൈപിടിച്ച് ചുംബിക്കാൻ നോക്കി, എന്തിനാണ് കുനിയുന്നത്? അടുത്തൊരു ആലിമിന്റെ പ്രവർത്തനം കണ്ടു, അദ്ദേഹത്തിന് ആളുകൾ കുനിഞ്ഞു സുജൂദ് ചെയ്യുന്ന സമയത്ത് വേണ്ട, ഇത് വേണ്ട, അള്ളാഹുവിന് മുമ്പിലെ കുനിയാൻ പാടുള്ളൂ. നമുക്കെല്ലാം ഭയങ്കര രസം വരും, എന്നെങ്കിലും കുനിഞ്ഞു സുജൂദ് ആൾക്കാർ മുത്തുന്നല്ലോ. നിങ്ങൾക്ക് മുത്താൻ ആഗ്രഹം, കൈ മേപ്പോട്ട് പിടിക്കും, എന്നിട്ട് മുത്തിൻ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ, നിങ്ങളുടെ ഉസ്താദിന്റെ നെറ്റിയിൽ ചുംബിക്കൻ. കുനിയുന്ന സ്വഭാവം ഇല്ല. അതുപോലെ തന്നെ ആരുടെയെങ്കിലും മുന്നിൽ വടിപോലെ നിൽക്കലുമില്ല, അതും പാടില്ലാത്തതാണ്. സാധാരണ പോലെ നിൽക്കുന്ന പ്രകടനങ്ങൾ ഇസ്ലാമിലില്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ മുഹറം മാസത്തിൽ അദ്ദേഹത്തിന്റെ കൊടി, അദ്ദേഹത്തിന്റെ വിരലുകൾ ഇതെല്ലാം പ്രദർശിപ്പിച്ച് അതിനെ ആരാധ്യ വസ്തുവായി കൊണ്ടു നടക്കുക, ആരുടെയെങ്കിലും പേരിൽ മൃഗങ്ങളെ അറക്കുക, കഅബ ഷരീഫയെ പോലെ ഏതെങ്കിലും മറ്റ് വസ്തുക്കളെ, മറ്റ് സ്ഥലങ്ങളെ ആദരിക്കുക, ഇതെല്ലാം അശ്ശിർക്കു ഫിൽ ഇബാദയാണ്, ആരാധനയുള്ള ഷിർക്കാണ്. പടച്ചവന് ശക്തമായി ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. യഈദുഹും വയുമന്നീഹിം യഈദുഹും വയുമന്നീഹിം. പിശാചവർക്ക് ധാരാളം വാഗ്ദാനങ്ങൾ ചെയ്യുന്നു, ധാരാളം പ്രതീക്ഷകളും നൽകുകയും ചെയ്യുന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അന്ധവിശ്വാസങ്ങൾ പോലും പിശാച് ഇന്ന് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. വമാ യഈദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. പിശാചിന്റെ വഞ്ചനകൾ, പിശാചിന്റെ വാഗ്ദാനങ്ങൾ വെറും വഞ്ചനകൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരിക്കൽ കൂടി സ്നേഹത്തിൽ പറയുന്നു, നിങ്ങൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നല്ല മരുന്നുകൾ കഴിക്കിൻ, ആരോഗ്യ സംരക്ഷണത്തിന് വഴികൾ കാണിക്കിൻ. പക്ഷേ മുടികളെല്ലാം കറുപ്പിക്കുകയും പ്രത്യേകിച്ചും താടി വടിക്കുകയും ചെയ്യുന്ന പ്രവണതയെ സൂക്ഷിക്കിൻ. പടച്ചവൻ നൽകാത്ത സൗന്ദര്യം, അല്ലെങ്കിൽ പടച്ചവൻ നൽകിയിരിക്കുന്ന പ്രകൃതി രീതിയെ മാറ്റിമറിക്കരുത്. യഈദുഹും വയുമന്നീഹിം വമാ യഈദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. എത്ര സങ്കടമാണ്! മനുഷ്യൻ പ്രകൃതിയുടെ മാർഗത്തെ ഉപേക്ഷിച്ച് മാനുഷികമായ യഥാർത്ഥ പ്രകൃതിയെ ഉപേക്ഷിച്ച് പൈശാചിക പ്രകൃതിയെ പുണരുന്നത് എത്ര വലിയ സങ്കടകരമാണ്. ഇങ്ങനെ കഴിയുന്നവർ ഈ ലോകത്തും പരാജയപ്പെടും, നാളെ പരലോകത്തും പരാജയപ്പെടും. ഇന്ന് ലോകത്ത് പ്രശ്നം,
പൈശാചിക മാർഗങ്ങളെ വാരിപ്പുണരുന്നത് കൊണ്ട്, പൈശാചിക ദുർബോധനങ്ങളെ സ്വീകരിച്ച് എന്നല്ല മറ്റുള്ളവരെയും അതിലേക്ക് നിർബന്ധിക്കുന്നത് കൊണ്ട്, ഉലൈക മഅവാഹും ജഹന്നം, ഇവരുടെ അന്ത്യം നരകമാണ്. സഹോദര സഹോദരി, ശിർക്കിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു, ഇതിന്റെ അന്ത്യം നരകമാണ്. വഴി തെറ്റാണ്, അപകടമാണ്. വലാ യജിദൂന അൻഹാ മഹീസാ, പിശാചിന്റെ വഴികെടുത്തലുകളിൽ കുടുങ്ങി നാശത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചവർ അവർ അവസാനം നരകത്തിലെത്തിച്ചേരുന്നതാണ്. വലാ യജിദൂന അൻഹാ മഹീസാ, നരകത്തിലെത്തിയാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നിലയ്ക്കും കഴിയുന്നതല്ല. പടച്ചവൻ നൽകിയതായ മാർഗത്തെ ഉപേക്ഷിച്ച് പൈശാചികമായ മനോച്ഛയുടെ മാർഗത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകവും തകർന്നു, നാളെ പരലോകവും തകരും. അതുകൊണ്ട് ഷിർക്കിനെ സൂക്ഷിക്കാൻ, പ്രത്യേകിച്ചും ഷിർക്ക് കടന്നു വരുന്ന 4 വഴികളെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മുമ്പാകെ പറയപ്പെട്ടു. ഒന്ന്, അശ്ശിർക്കു ഫിൽ ഇൽമ്, അള്ളാഹുവിനെ പോലെ ആർക്കെങ്കിലും അറിവുണ്ട് എന്ന വിശ്വാസം. 2, അശ്ശിർക്കു ഫി തസറുഫ്, അള്ളാഹുവിനെ പോലെ ആർക്കെങ്കിലും ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യാൻ കഴിവുണ്ടെന്നുള്ള വിശ്വാസം. 3, അശ്ശിർക്കു ഫിൽ ആദ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുഴപ്പങ്ങൾ കാണിച്ച്, അല്ല ആചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രവർത്തിച്ച് കൊണ്ടുള്ളതായ ഷിർക്ക്. 3, അശ്ശിർക്കു ഫിൽ ഇബാദ, ആരാധനാപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് മാത്രം അർഹിക്കുന്ന കാര്യങ്ങൾ അല്ലാത്ത വ്യക്തികൾക്ക് ശക്തികൾക്ക് നൽകുന്നതിൽ തികഞ്ഞ സൂക്ഷ്മത കാണിക്കുന്നു. അല്ലാഹു തആല അറിയിക്കുന്നു, സ്ഫുടമായ മാർഗം ഒരു വ്യക്തിക്ക് നൽകി അദ്ദേഹം വെറും വ്യാജമായ കാരണത്തിന്റെ പേരിൽ ആ മാർഗത്തെ ഉപേക്ഷിച്ച് ശിർക്കിലേക്ക് തെറിച്ചു വീണു. നിങ്ങൾ ആരും ഒരിക്കലും അങ്ങനെ ആകരുത്. പടച്ചവൻ നൽകിയ സരളമായ, സുന്ദരമായ, സമ്പൂർണമായ തൗഹീദിന്റെ സരണിയിലൂടെ സഞ്ചരിച്ച് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അള്ളാഹു സ്നേഹത്തോടുകൂടി ഉണർത്തുകയാണ്. അത് കൂടുതൽ ശക്തിയായി അടുത്ത വചനത്തിൽ പറയുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വലാ അഅലം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുലർക്കാല പ്രാർത്ഥനയാണ്, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് നിന്നോട് പങ്കുചേർക്കുന്നതിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ.